Good afternoon, all. Good afternoon. Then, our last class discuss the topic of principles of clinical audit. അതിലെ fourth point ആയിരുന്നു discuss ചെയ്തുകൊണ്ടിരുന്നത് last. ആണോ? നോക്കിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് fourth point കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഒരു ബോക്സ് ടേബിൾ വരെയും പറഞ്ഞു നിർത്തിയതാണ്. അങ്ങനെയാണോ? കവിത, സോറി കാർത്തിക, അതിലൊന്ന് റെസ്പോണ്ട് ചെയ്യോ? ടേബിൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, ടേബിൾ മുകളിൽ ഫോർത്ത് പോയിന്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മള് ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ആയിരുന്നു ഫസ്റ്റ്. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓഡിറ്റ് പ്രൊജക്ടിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പോണൻസിനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു ആദ്യത്തെ ടോപ്പിക്കിൽ പറഞ്ഞത്. ഒരു ടോപ്പിക് എങ്ങനെ ചൂസ് ചെയ്യണം, അതിന്റെ പർപ്പസ് നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്യണം, നെസസറി എന്താണ് ഓബ്ലിഗേഷൻസ് കാര്യങ്ങൾ മെയിൻ ചെയ്യണം, അതിന് വേണ്ട സ്റ്റാഫ് വേണം, റിസോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഇതിനെ കുറിച്ചിട്ടായിരുന്നു പ്രിപ്പയറിംഗ് ഫോർ ദ ഓഡിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത് നമ്മൾ നോക്കിയത് സ്റ്റാൻഡേർഡ്സ്, ഇൻഡിക്കേറ്റേഴ്സ്, ക്രൈറ്റീരിയ സ്റ്റാൻഡേർഡ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ്, ക്രൈറ്റീരിയ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് നോക്കി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഡാറ്റ കളക്ഷൻ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ല എന്ത് ഡാറ്റ കളക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ കളക്ഷനെ കുറിച്ചായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. എത്ര ടൈപ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ ഉണ്ട്, പ്രോസ്പെക്റ്റീവ് ഡാറ്റ കളക്ഷൻ, പ്രോസ്പെക്റ്റീവ് ഡാറ്റ കളക്ഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റെപ്സ് ആണ്. Comparison of collected data with the standard and development of corrective action. Compare ചെയ്യണം ഡാറ്റ കളക്ട് ചെയ്തതും നമ്മൾ സ്റ്റാൻഡേർഡ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് തമ്മിലൊരു കമ്പാരിസൺ സ്റ്റഡി നടത്തുന്ന ഒരു സ്റ്റെപ്പാണ് ഇത്, സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 4. Comparison of collected data with standard and development of corrective action. This is the central phase of clinical audit. Clinical audit is very important ആയിട്ടുള്ള central phase ആണ് ഇത്, ഈ ഒരു comparison. The audit team analyze the collected data. The audit team എന്ത് ചെയ്യും, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ അനലൈസ് ചെയ്യും. Data is compared with the preset standard. Preset ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റ കമ്പയർ ചെയ്യും. Care should be taken as staff may feel they are being inspected, which can affect the analysis. So, നമ്മൾ ഈ ക്ലിനിക്കൽ ഡാറ്റാസ് കറക്റ്റ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഡാറ്റാസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കമ്പാരിസൺ കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പാരഗ്രാഫ് നോക്കാം. This is the central phase of the clinical audit. Clinical audit സംബന്ധിച്ചിട്ട് important ആയിട്ടുള്ള phase ആണ് comparison. In this phase, the team of professionals interested in the audit analysis. ഈ ഒരു ഫേസില് പ്രൊഫഷണൽസ് ഈ ഓഡിറ്റ് അനാലിസിസിന്റെ പ്രൊഫഷണൽസ് ആയിരിക്കും ഈ ഒരു കാര്യം ചെയ്യുന്നത്, ഈ ഒരു കമ്പാരിസൺ കണ്ടക്ട് ചെയ്യുന്നത്. ഓഡിറ്റ് അനാലിസിസ്, the data and compare them with the preset standard, already set ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് ആയിട്ട് compare ചെയ്യും. It is important to note that the crucial nature of this movement,
lies in fact that as the expression of the clinical activity, അവരുടെ clinical activities നെ കുറിച്ച് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ that's unintentionally becoming an obstacle to an effective data analysis. നമ്മൾ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവ്നെസ് ഡാറ്റ അനാലിസിസിന്റെ എഫക്റ്റീവ്നെസ്സിനെ അത് അഫക്ട് ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യാനുണ്ട് ഡാറ്റ കളക്ഷന്റെ കാര്യത്തിൽ. നമ്മൾ ഡാറ്റയെ കുറിച്ച് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ കാര്യത്തിൽ നമ്മുടെ ഡാറ്റയെ കുറിച്ച് നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് കൺസിഡർ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് തടസ്സങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഫെസിലിറ്റേറ്റിംഗ് ഫാക്ടർ ആണ്. ക്ലാരിറ്റി ഓഫ് ദ ഡിസൈൻ ആൻഡ് ഡാറ്റ കളക്ഷൻ. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റയെ കുറിച്ച് നമുക്ക് നല്ല വ്യക്തമായ ഒരു ക്ലാരിറ്റി വേണം. നമ്മൾ കളക്ട് ചെയ്തിരുന്ന ഡാറ്റ ഗുഡ് പ്ലാനിങ്, നല്ലൊരു പ്ലാനിങ് വേണം. നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്, ഡാറ്റ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്, ഏതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതേപോലെ നമുക്ക് പ്ലാൻ നല്ല വേണം. ഓർഗനൈസേഷൻ സപ്പോർട്ട്, നമ്മുടെ ഓർഗനൈസേഷൻ സ്റ്റാഫിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ എന്ത് വേണം, സപ്പോർട്ട്സും കാര്യങ്ങളും വേണം. ഡെഡിക്കേറ്റഡ് സ്റ്റാഫ്സ് ഇമ്പോർട്ടന്റ് ആണ്. കളക്റ്റീവ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് ഓഫ് റിസൾട്ട്. കളക്റ്റീവ് ആയിട്ട് ഓരോ ഡിസ്കഷനും പിന്നെ നമ്മുടെ റിസൾട്ട് കാര്യങ്ങളും അനലൈസ് ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഫാക്ടർ പോലെ തന്നെ കുറച്ച് തടസ്സങ്ങൾ അല്ലെങ്കിൽ ബാരിയേഴ്സ് ടു ക്ലിനിക്കൽ ഒപ്പിച്ചിട്ടുണ്ട്. അൺക്ലിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പുവർ പ്ലാനിങ് ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റില്ല. ലാക്ക് ഓഫ് റിസോഴ്സസ് ആൻഡ് ഹെവി വർക്ക് ലോഡ്. നമ്മുടെ കയ്യിൽ റിസോഴ്സസ് കുറവാണ്, ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനും നമുക്ക് ഈ ഒരു തടസ്സം നമ്മൾ ഫേസ് ചെയ്യും. ലാക്ക് ഓഫ് ക്ലാരിറ്റി ഓൺ ദ മെത്തേഡ്, അൺക്ലിയർ മെത്തേഡ്. ആ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് നമ്മൾ അഫക്ട് ചെയ്യും. ലാക്ക് ഓഫ് ഓർഗനൈസേഷൻ സപ്പോർട്ട്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കുറവാണെങ്കിൽ അതും നമ്മളുടെ ഡാറ്റ കളക്ഷനെ അക്സെപ്റ്റ് ചെയ്തൊരു ഫാക്ടറാണ്. അൺവില്ലിംഗ്നെസ് ടു ദ ചേഞ്ച്. അൺവില്ലിംഗ്നെസ് നമ്മള് വില്ലിംഗ് അല്ല മാറ്റത്തിന് ചേഞ്ചസ് വരുമ്പോ അതനുസരിച്ച് മാറാൻ നമ്മള് വില്ലിംഗ് അല്ലെങ്കിൽ നമ്മളെ അഫക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഡാറ്റയെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. For the reason, the meeting where the result of audit will be discussed must be carefully prepared. നമ്മള് ഓഡിറ്റിന്റെ സമയത്ത് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്ന റിസൾട്ടും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓഡിറ്റ് മീറ്റിംഗ് മസ്റ്റ് ബി carefully planned. ഓഡിറ്റ് മീറ്റിംഗ് എപ്പോഴും carefully planned ആയിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ സ്കിൽസ് are important. നമ്മള് ഈ ടീം മെമ്പേഴ്സ് തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിർബന്ധമായിട്ട് വേണം. The result must be shared in advance with the concerned staff. നമ്മുടെ സ്റ്റാഫിനോട് നേരിട്ട് ഈ റിസൾട്ടിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് കാര്യങ്ങളാണ്. Additionally, this content actual data may be met or not met the standard. നമ്മളെ കമ്പാരിസണിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സും നമ്മളിപ്പോ കളക്ട് ചെയ്തിരിക്കുന്ന ആക്ച്വൽ ഡാറ്റയും തമ്മിൽ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും അല്ലെ. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ ടേൺ ഓവറിന്റെ കേസിലായാലും എന്തായാലും നമ്മൾ ആക്ച്വൽ ടേൺ ഓവർ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. ഈ സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് മെറ്റ്, നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ check whether the real improvement is possible. എവിടെയാണ് റിയൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് വേണ്ടത് എന്ന് കണ്ടെത്തും. Decide if corrective action is needed. എവിടെയാണ് ആക്ഷൻ എടുക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യും. If the results are close to the standard, നമ്മൾ പറയുന്ന റിസൾട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വളരെ ക്ലോസ് ആണെങ്കിൽ further action may not be required. Further action നമ്മൾ എടുക്കേണ്ട അടുത്ത സ്റ്റാൻഡേർഡ് നമ്മള് ആക്ച്വൽ പെർഫോമൻസ് അടുത്തടുത്താണെങ്കിൽ നമുക്ക് പിന്നെ കറക്റ്റീവ് ആക്ഷൻ എടുക്കേണ്ടതില്ല. ബട്ട് ഈ സ്റ്റാൻഡേർഡും നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് വളരെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റീവ് ആക്ഷൻ ടേക്ക് ചെയ്യണം. ഓക്കെ, സൗണ്ട് ക്ലിയർ ആവാത്തയാണോ അല്ലെങ്കിൽ പറയുന്നത് മനസ്സിലാവാത്തയാണോ? പറയുന്നതിന്റെ ടോപ്പിക്ക് ക്ലിയർ ചെയ്തിട്ടില്ല കേട്ടോ.
ആയിട്ടുണ്ടോ? സൗണ്ട് ആണോ? ഞാൻ നോക്കട്ടെ. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? കമ്പാരിസൺ പ്രോസസ് ആണ്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ ഓൾറെഡി കണ്ടക്ട് ചെയ്ത് നമ്മുടെ ആക്ച്വൽ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തമ്മിൽ നമ്മൾ എന്തെങ്കിലും കമ്പയർ ചെയ്യും. ഈ ഒരു പ്രോസസ് ആണ് കമ്പാരിസൺ ഓഫ് കളക്ടഡ് ഡാറ്റ വിത്ത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഇപ്പോൾ ക്യാൻസലേഷൻ ഇട്ടിട്ട് അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എടുത്ത ഡൗട്ട് ക്ലിയർ ജസ്റ്റ് ഞാൻ പറയുന്ന ടോപ്പിക്ക് മനസ്സിലാവാനാണെന്ന് വിചാരിച്ചു. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കമ്പാരിസൺ ഓഫ് കളക്ടഡ് ഡാറ്റ വിത്ത് സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ആക്ച്വൽ ഡാറ്റ, ആക്ച്വൽ പെർഫോമൻസ് എന്താണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റാൻഡേർഡിൽ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ തമ്മിൽ എന്ത് ചെയ്യും? ഒരു കമ്പാരിസൺ കണ്ടക്ട് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ റിയൽ ഇംപ്രൂവ്മെന്റ് പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കും. ഈ റിയൽ ഇംപ്രൂവ്മെന്റ് വേണ്ട, കറക്റ്റ് ഏകദേശം രണ്ടും അടുത്തടുത്ത് കമ്പാരിസൺ ചെയ്തപ്പോൾ ആക്ച്വൽ ഡാറ്റയും നമ്മുടെ സ്റ്റാൻഡേർഡും തൊട്ടടുത്താണ് അല്ലെങ്കിൽ ഒരേപോലെ ആണെങ്കിൽ അവിടെ എന്ത് വേണ്ട? ഇംപ്രൂവ്മെന്റ്സിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. സോ എങ്ങനെയാണോ അത് റൺ ചെയ്തിട്ട് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തത്. ഈ പറയുന്നത് എന്തെങ്കിലും സർവീസിനെ കുറിച്ചിട്ടായിരിക്കും. ഹോസ്പിറ്റൽസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടായിരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇംപ്രൂവ്മെന്റ് ആവശ്യമില്ല. നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് ഇന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തില്ല? ആ പറഞ്ഞ സർവീസ് കമ്പനി ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്താണ് അവിടുത്തെ റീസൺ? എന്താണ് റിയൽ ഇംപ്രൂവ്മെന്റിന് വേണ്ട പോസിബിലിറ്റീസ് കാര്യങ്ങൾ മനസ്സിലാക്കി അത് നമ്മൾ എന്ത് ചെയ്തായിട്ട് വരും? നടപ്പിലാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ടോപ്പിക്കിനെ കുറിച്ചേ ഉള്ളൂ. നമ്മുടെ ആക്ച്വൽ ഡാറ്റ സ്റ്റാൻഡേർഡ്, ആക്ച്വൽ ഡാറ്റ കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ്, അത്രേ ഉള്ളൂ. പക്ഷെ പറയുന്നത് കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. Additionally, these contents must be shared in advance with those who propose the audit. നമ്മൾ ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തികളോട് ഓൾറെഡി നമ്മൾ സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. From the comparison of actual data with the theoretical standards, difficult result might emerge. അപ്പൊ നമ്മൾ ഈ ഒരു ആക്ച്വൽ ഡാറ്റയും ഈ തിയററ്റിക്കൽ സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് റിസൾട്ട് ആയിരിക്കും ചിലപ്പോൾ ക്യൂർ ചെയ്യുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് റീച്ച് ഓർ നോട്ട്. മേബി ചില കേസുകളിൽ സ്റ്റാൻഡേർഡ് റീച്ച് ചെയ്തിട്ടുണ്ടാവും, ചില കേസുകളിൽ സ്റ്റാൻഡേർഡ് റീച്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഇൻ ദ ഇവന്റ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഇസ് നോട്ട് മെറ്റ്. ഇനിയിപ്പോ സപ്പോസ് സ്റ്റാൻഡേർഡ് മെറ്റ് ചെയ്തിട്ടില്ല, സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തിട്ടില്ല? മെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ it should be assessed whether or not there is a possibility of real improvement. നമ്മൾ മനസ്സിലാക്കുക സ്റ്റാൻഡേർഡ് മെറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മൾ എവിടെയാണ് ഇതിന്റെ പോസിബിലിറ്റി, എന്താണ് റിയൽ ഇംപ്രൂവ്മെന്റിന്, എവിടെയാണ് ആ ഒരു പ്രശ്നമുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യും. In fact, if the data are not in the line with the standard, നമ്മൾ ഈ ഡാറ്റ സ്റ്റാൻഡേർഡ് അതേ ലൈനിലല്ലെങ്കിൽ but they are sufficiently close, അടുത്തടുത്താണെങ്കിൽ one might decide that any further improvement is difficult to achieve. നമ്മൾ അധികം ഇംപ്രൂവ്മെന്റ് ഒന്നും വേണ്ട, കാരണം ഏകദേശം നമ്മൾ സ്റ്റാൻഡേർഡിനോട് അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് സ്റ്റാൻഡേർഡിൽ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. And therefore it would be useful to invest resources in assessment of other problems. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് മറ്റു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഫിനാൻഷ്യൽ റിസോഴ്സ് എന്താണെന്ന് വെച്ചാൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. In the case there is a significant difference between information claimed from clinical documents and standard, collegial discussion should be highlight the barriers to achievement of the standards. So നമ്മൾ ഈ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ക്ലിനിക്കൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഡാറ്റാസ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് കാര്യങ്ങളൊക്കെ നോക്കി എന്താണ് ഡിഫറൻസ് എന്നൊക്കെ മനസ്സിലാക്കി എടുക്കും. അപ്പൊ നമ്മുടെ ബാരിയർ എന്താണ്? ആ ഒരു
സ്റ്റാൻഡേർഡ് എന്തുകൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, എന്ന് പറഞ്ഞ തടസ്സം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. Afterward, audit methodology required that the audit will elaborate intervention strategies and recommendations according to identification preliminary set. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്ന സ്റ്റാൻഡേർഡ്സ് ഈ ഒരു സ്ട്രാറ്റജീസും റെക്കമെൻഡേഷനും ഒക്കെ മെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഓഡിറ്റ് ടീം എന്ത് ചെയ്യും, കൂടി അവര് കറക്റ്റ് ആയിട്ട് ആ ഒരു രീതിയിൽ അത് പരിശോധിച്ച് മനസ്സിലാക്കും. എന്നിട്ട് അവർ റെക്കമെൻഡേഷൻ കൊടുക്കും. അവരെ പുതുതായ എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്താണ് ഫിക്സ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട റെക്കമെൻഡേഷനും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യും. ഇന്റർവെൻഷൻ സ്ട്രാറ്റജി, ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് കൊണ്ടുവരാനായിട്ട് പറ്റും. Audit team should develop intervention strategies and recommendations. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന ടീം ജസ്റ്റ് കമ്പയർ ചെയ്തു ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്ന് മാത്രമല്ല, അവിടെ പറയേണ്ട അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരേണ്ട ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസും റെക്കമെൻഡേഷനും അവരെന്ത് ചെയ്യും, അവർ സജസ്റ്റ് ചെയ്യും. Then recommendation should be considered available resources. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കമെൻഡേഷൻ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നത്. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് നമ്മുടെ സ്റ്റാഫ്സിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും നമ്മൾ ഈ റെക്കമെൻഡേഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ റെക്കമെൻഡേഷൻ മസ്റ്റ് ബി, എപ്പോഴും നമ്മൾ കൊടുക്കുന്ന സജഷൻസ് റെക്കമെൻഡേഷൻ മസ്റ്റ് നമ്മൾ ഈ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബാരിയർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, സജഷൻസ് must be clear, specific and shared with all staff. ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, നമ്മളത് മറ്റ് സ്റ്റാഫുകളായിട്ട് ഷെയർ ചെയ്യണം. ഗൈഡ്ലൈൻസ് alone are not enough to bring change. നമ്മൾ അതിന് വേണ്ട ഗൈഡ്ലൈൻസും കാര്യങ്ങളും കൊടുക്കണം. ഇതിന്റെ ചേഞ്ചസ് വരുന്നതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി ഇംപ്ലിമെന്റേഷൻ മെത്തേഡ് നടപ്പിലാക്കണ്ടേ, ഇംപ്ലിമെന്റേഷൻ ഇംപ്രൂവ് ട്രെയിനിങ് പ്രോഗ്രാംസ്, ചിലപ്പോൾ സ്റ്റാഫ്സിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തേണ്ടി വരും, സെമിനാർസ് കണ്ടക്ട് ചെയ്തേണ്ടി വരും, നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഡിസ്കഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തേണ്ടി വരും. ഇവൻ റിസൾട്ട് ആർ സാറ്റിസ്ഫാക്ടറി, നമ്മൾ ഒരു പർപ്പസ് ചെയ്യും, നമ്മൾ ആക്ച്വൽ ഓഡിറ്റ് ചെയ്ത് വീണ്ടും ഡാറ്റാസ് കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ റിസൾട്ട് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ജസ്റ്റ് മോണിറ്ററിംഗ് മാത്രമായിരിക്കും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടോ എന്നുള്ളത് അവർ ശ്രദ്ധിച്ചാൽ. All findings, improvement plan should be documents. നമ്മൾ ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് കമ്പയർ ചെയ്ത് ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ആ ഒരു എന്താണ് കമ്പാരിസൺ ചെയ്തപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് എവിടെയാണ് മെറ്റ് ചെയ്യാത്തത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ കുറിച്ചെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ എന്തെല്ലാം ഇംപ്രൂവ്മെന്റ് പ്ലാൻസുകളാണോ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അവർക്ക് സജസ്റ്റ് ചെയ്തത് അത് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം, ഡോക്യുമെന്റ് ചെയ്യണം. ഷെയർഡ് വിത്ത് പാർട്ടിസിപ്പൻസ് ആൻഡ് ഫീഡ്ബാക്കോടെ വന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ഓഡിറ്റ് ടീമിലെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ നമ്മൾ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസും നമ്മുടെ ഇംപ്രൂവ്മെന്റ് സജഷൻസും ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു കോഴ്സിൽ പറയുന്നത്. അവരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Additionally, these content must be shared in advance with those who propose the audit. നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓഡിറ്റ് ടീമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവും. From the comparison of actual data, theoretical standard, നമ്മൾ ഈ ആക്ച്വൽ ഡാറ്റയും ഈ തിയററ്റിക്കൽ സ്റ്റാൻഡേർഡ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, കമ്പാരിസൺ കണ്ടക്ട് ചെയ്യും. ഡിഫറൻസ് റിസൾട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ട് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് സ്റ്റാൻഡേർഡ് കുഡ് ബി റീച്ച് ഓർ നോട്ട്, മേ ബി സ്റ്റാൻഡേർഡ് റീച്ച് ചെയ്യാം അല്ലെങ്കിൽ റീച്ച് ചെയ്യാതിരിക്കാം. In the event that the standard is not met, suppose any standard not met ആണെങ്കിൽ it should be assessed whether or not there is a possibility of real improvement. Standard met ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ റിയൽ ആയിട്ട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. In fact, if the data are not in the line with the standard but they are sufficiently close, ഇപ്പോൾ അത്രയും സ്റ്റാൻഡേർഡിനോട് അത്രയും അടുത്തെത്തിയിട്ടില്ല, എന്നാലും ഏകദേശം സെയിം ഇല്ല, എന്നാൽ ഏകദേശം കുറച്ച് ഡിഫറൻസ് ഉള്ളെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫർദറായിട്ട് അതിന്റെ ഇംപ്രൂവ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാം. One might decide that any further improvement is difficult to achieve. So വീണ്ടും നമ്മൾ ഫർദറായിട്ട് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നില്ല. And therefore it could be useful to invest resources in the assessment of other problems. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മറ്റ് പ്രോബ്ലംസ് കാര്യങ്ങളുണ്ടാവും,
അതിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ആ റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. In the case there is a significant difference between information gained from clinical documentation and standard original discussion, should be highlight the barriers to achievement of the standard. So നമ്മൾ ഈ ഡിഫറൻസ് ഉണ്ട്, നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങൾ നമ്മൾ ഈ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ കമ്പയർ ചെയ്തതും സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ കമ്പയർ ചെയ്തപ്പോൾ ആ ഡിഫറൻസോ ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. Afterward, audit methodology required that the audit team elaborate intervention strategies and recommendations. Audit methodology അല്ലെങ്കിൽ audit team elaborate ചെയ്ത കാര്യത്തിൽ ബാരിയറോ തടസ്സം ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഇന്റർവെൻഷൻ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അക്കോർഡിംഗ് ടു ഇൻഡിക്കേഷൻ ഓൾറെഡി അവർക്ക് പറഞ്ഞു കൊടുക്കണം, അഡ്വൈസ് ചെയ്യണം, ജസ്റ്റ് വോട്ട് ചെയ്യാൻ മാത്രമല്ല അവർക്ക് വേണ്ട സജഷൻസ് കാര്യങ്ങൾ പറഞ്ഞു. Such advice or recommendation should be considered organizational factors. അങ്ങനെയുള്ള റെക്കമെൻഡേഷനിൽ അഡ്വൈസ് നമുക്ക് ഓർഗനൈസേഷൻ ഫാക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓർഗനൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ടൈം ശ്രദ്ധിക്കണം. ടൈം നമ്മൾക്ക് ആ ഒരു ഇംപ്രൂവ്മെന്റ് ടൈം അവൈലബിൾ ആണോ, നമുക്ക് നോർമൽ സോഴ്സ് ഉണ്ടോ, നമുക്ക് ഫണ്ട് മണി കിട്ടോ, നമുക്ക് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് സ്റ്റാഫ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഈ റെക്കമെൻഡേഷൻ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. And the content in which the audit take place. The audit എങ്ങനെയാണ് take place ചെയ്യുന്നത്. For this reason, these mean that the development of recommendation be clear, explicit and shared. നമ്മൾ ഈ റെക്കമെൻഡേഷൻ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. സ്പെസിഫിക് ആയിരിക്കണം, ഷെയർ ചെയ്യണം. സ്റ്റാഫുകൾ ആയിട്ട് എല്ലാവരോടും നമ്മൾ ഈ റെക്കമെൻഡേഷൻ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. The near dissemination of educational materials such as guidelines has little effect if they are not accompanied by selected method of implementation, such as നമ്മളിപ്പോ ഈ ഒരു നമ്മൾ കാര്യങ്ങൾ ഗൈഡ്ലൈൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് വേണ്ട എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഗൈഡ്ലൈൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്, സെമിനാർസ്, ഡിസ്കഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നതായിട്ട് വരും. Instead, in case the result obtained from the audit considered as satisfactory, it is equally disciplined to provide a form of monitoring. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ പോലും നമ്മൾ അവിടെ മോണിറ്ററിംഗ് കമ്പൽസറിയായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഇപ്പോൾ മോണിറ്ററിംഗ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് ജസ്റ്റ് എന്താണ് മോണിറ്ററിംഗ് വേണം. Finally, all the findings drawn from data analysis and the subsequent discussion, including the strategies to improve the change, should be reported in detail and distributed to all the participants of the audit as feedback and the remainder of the background. Okay, നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ അനാലിസിസ്, ഫൈൻഡിങ്സ്, നമ്മുടെ സജഷൻസ്, നമ്മുടെ സ്ട്രാറ്റജീസ് എന്തെല്ലാം ഇംപ്രൂവ്മെന്റ്സ് ആണ് കൊണ്ടുവന്നത്, റിപ്പോർട്ട്സ്, റെക്കമെൻഡേഷൻ കാര്യങ്ങൾ മറ്റ് ഓഡിറ്റിന്റെ പാർട്ടിസിപ്പേറ്റ്സ്, ഓഡിറ്റ് ടീം മെമ്പേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റിമൈൻഡർ പോലെ നമുക്ക് അവർക്ക് സെൻഡ് ചെയ്യണം, റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യണം. അവർ ചെയ്ത് പറഞ്ഞതിന്റെ റിസൾട്ട് ഇന്നതാണ് എന്നുള്ള രീതിയിൽ ഒരു ഫീഡ്ബാക്ക് വരും. ഓക്കെ, കേട്ടോ.
എല്ലാവരും ഒരു കമ്പാരിസൺ ഓഫ് കളക്ടഡ് ഡാറ്റ വിത്ത് സ്റ്റാൻഡേർഡ് ഇതാണ് നോക്കുക.
ചെയ്തിട്ട് പറയണോ എല്ലാവരും? റീഡ് ചെയ്തോ? നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയോ? പറയുന്നത് കേൾക്കാവോ? ചെയ്തു. ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ക്ലിനിക്ക് മനസ്സിലാക്കിട്ട് അത് വായിച്ചാൽ മതി. കാരണം ഒരുപാട് ലാബറേറ്ററി പറഞ്ഞിരിക്കുകയാണ്. ചെക്ക് ആൻഡ് മെയിൻറ്റെയിൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ബ്ലഡ് ഓടിച്ചിട്ട് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ് ഇത് ചെക്ക് ആൻഡ് മെയിൻറ്റെയിൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. That means final stage of clinical audit cycle. Clinical audit cycle final stage ആണ് ഇത് check and maintenance of improvement പറയുന്നത്. It involves verification and monitoring of implemented strategy. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജിയുടെ വെരിഫിക്കേഷൻ മോണിറ്ററിംഗ് ജസ്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെയാണോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത പോലെ തന്നെയാണോ അവർ സ്ട്രാറ്റജിക്കൽ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നത് എന്നത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എത്തിക്കുന്നത്. ഈ clinical audit cycle ചെയ്തിരിക്കുന്നത്. Then periodic review of changes is essential. Periodic review of മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അതിന് ചേഞ്ചസും കാര്യങ്ങളും കണ്ടെത്തണം. Periodic reviews ആണ്. Use similar collection data collection method as earlier for comparison. നമ്മൾ നേരത്തെ യൂസ് ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റാസും കാര്യങ്ങളും കളക്ട് ചെയ്യണം. എന്നാലാണ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് കമ്പാരിസൺ പോസിബിൾ ആകുന്നത്. Ensure the result reliable and comparable. നമ്മുടെ റിസൾട്ട് കുറച്ചുകൂടി റിയലബിൾ ആകുന്നത് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എങ്ങനെയാണോ നേരത്തെ ഡാറ്റ കണക്ട് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഡാറ്റ കണക്ട് ചെയ്ത് അത് കമ്പയർ ചെയ്യാം. If the objectives are not achieved, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ റിവ്യൂ ഇംപ്ലിമെന്റ് നമ്മൾ കൊടുത്ത റെക്കമെൻഡേഷൻ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിട്ട് വരും. മോഡിഫൈ ദ സ്ട്രാറ്റജി നീഡഡ്. എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതായിട്ടുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യുക. നോക്കാം. ഫിഫ്ത്ത് സ്റ്റെപ്പ് ആണ് ചെക്ക് ആൻഡ് മെയിൻറ്റെയിൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്. Audit cycle conclude with the verification and monitoring of improvement implemented strategy. Audit cycle എപ്പോഴാണ് കംപ്ലീറ്റ് ആകുന്നത്? നമ്മളുടെ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ മോണിറ്ററിംഗ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജീസ് വെരിഫൈ ചെയ്ത് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്റ് സൈക്കിൾ എന്ത് ചെയ്ത് It is essential for a proper process of clinical audit to schedule a periodic verification of effects of changes introduced. നമ്മൾ introduce ചെയ്ത ചേഞ്ചസ് periodic ആയിട്ടുള്ള വെരിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ പ്രോസസ് ക്ലിനിക്കൽ ഓഡിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു periodic ആയിട്ടുള്ള വെരിഫിക്കേഷൻ. It would be advisable to use a data collection and an organizational strategy similar to that used for previous analysis. നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ
ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ എങ്ങനെയാണോ പ്രീവിയസ്ലി ഡാറ്റാസ് കാര്യങ്ങൾ കളക്ട് ചെയ്തത് ആ ഒരു സിമിലർ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് വേണം ഡാറ്റാസ് കളക്ട് ചെയ്യാൻ. ഇൻ ഓർഡർ ഫോർ ദ റിസൾട്ട് ടു ബി കമ്പയറബിൾ, എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. If it emerges that the object has not been achieved and the plan of improvement was not effective or sufficient, അല്ലാത്ത പക്ഷം നമുക്ക് ഇംപ്രൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഡിഫറൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. It will be necessary to make changes to the planned strategy. എന്നാൽ മാത്രമാണ് എന്ത് ചേഞ്ചസ് ആണ് പ്ലാൻഡ് സ്ട്രാറ്റജിയിൽ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. However, also in cases of success, then നമ്മുടെ plan success ആയി, നമ്മുടെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ റെക്കമെൻഡേഷൻ സക്സസ് ആയി, a monitoring plan should be equally scheduled in order to maintain the improvements made. നമ്മുടെ ഒരു മോണിറ്ററിംഗ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണം. അത് നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കാര്യത്തിൽ ജസ്റ്റ് ഒരു മോണിറ്റർ ചെയ്യണം, കറക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത് എന്നത് ജസ്റ്റ് ഒരു മോണിറ്റർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചെക്ക് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഓരോ സെഗ്മെന്റിലും എൻഡിങ്ങിലുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വെരിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ഇംപ്ലിമെന്റഡ് സ്ട്രാറ്റജി, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത സ്ട്രാറ്റജിയുടെ ഒരു വെരിഫിക്കേഷൻ മോണിറ്ററിംഗ് ആണ്. ഇതിൽ പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ഓഡിറ്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. പീരിയോഡിക് വെരിഫിക്കേഷൻ വേണം. നമ്മൾ പീരിയോഡിക് ആയിട്ട് നമ്മൾ നടത്തിയ ഇംപ്രൂവ്മെന്റ് എന്താണോ ആ ഒരു ചേഞ്ചസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പീരിയോഡിക് വെരിഫിക്കേഷൻ വരണം. എന്നിട്ട് നമുക്ക് ചേഞ്ചസിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യണം. സോ അങ്ങനെ നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി എങ്ങനെയാണോ ഓഡിറ്റ് കണ്ടക്ട് ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓഡിറ്റ് കാര്യങ്ങളും ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈസി കമ്പയർ ചെയ്യാനും ആ ഡീവിയേഷൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. Then if it is emerged that the objective has not been achieved, നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും, പ്ലാന് വേണ്ടി ടെസ്റ്റ് ഇംപ്രൂവ്മെന്റ് എന്താണ്, നമ്മളിപ്പോ ഇംപ്രൂവ്മെന്റ് കൊടുക്കുന്നത് സഫിഷ്യന്റ് അല്ല. അപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലാൻ സ്ട്രാറ്റജിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ കുറിച്ച് തിങ്ക് ചെയ്യേണ്ടി വരും. ഇനി സക്സസ് ആണെങ്കിലോ ജസ്റ്റ് ഒരു മോണിറ്ററിംഗ് പ്ലാൻ മതി. നമ്മൾ ഇംപ്രൂവ്മെന്റ് കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് പ്ലാൻ ചെയ്താൽ മതി, ഇംപ്ലിമെന്റ് ചെയ്താൽ. ഓക്കെ, ചെക്ക് ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ് മനസ്സിലായോ? റീഡ് ചെയ്ത് നോക്കുക എല്ലാവരും. ഈ ഒരു പോയിന്റ് ഔട്ടില്ലല്ലോ. ചാപ്റ്റർ നല്ല രീതിയിൽ ഒന്നുകൂടി റിവൈസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് മെത്തേഡ് ആണ്. മെത്തേഡ്സ് ആണ് പറയുന്നത്. സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സൈക്കിൾ ആണ്.
കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്റ്റോറിയില് ക്ലിനിക്കൽ ഓഡിറ്റ് ഒരു സൈക്കിള് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിൻലി നോക്കുകയാണെങ്കിൽ 8 സ്റ്റെപ്പുകളിലൂടെയാണ് ഇത് കണ്ടിന്യൂസ്ലി നടക്കുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പാണ് 8ാമത്തെ, അത് റിയോഡിറ്റ് ആണ് വരുന്നത്. കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യുക എന്താണ് വരുന്നത്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജസിലൂടെയുമാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടന്നു പോകുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ആണ് ഐഡന്റിഫൈ ദ ടോപ്പിക് ഓർ പ്രോബ്ലംസ് ടു ബി ഓഡിറ്റഡ്. നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്, എന്താണ് പ്രോബ്ലം ടു ബി ഓഡിറ്റഡ്, എന്ത് പ്രോബ്ലം ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യാനുള്ളത്. സ്റ്റേജ് 2 പറയുന്നത് എഗ്രി ദ സ്റ്റാൻഡേർഡ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്. നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസ് നമ്മൾ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത് കണ്ടെത്തുക. സ്റ്റേജ് 3 ഡിഫൈൻ മെത്തഡോളജി. ഡിഫൈൻ മെത്തഡോളജി ഏത് മെത്തേഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഡിഫൈൻ ചെയ്യുക, മെത്തേഡ് ഡിഫൈൻ ചെയ്യുക. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പൈലറ്റ് ഓർ ഡാറ്റ കളക്ഷൻ ആണ്. ഡാറ്റ കളക്ഷൻ ആണ് നമ്മുടെ ഫോർത്ത് സ്റ്റേജ്. പൈലറ്റ് സർവേ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പൈലറ്റ് സർവേ അല്ലെങ്കിൽ സാമ്പിളിംഗ് സർവേ കേട്ടിട്ടുണ്ടോ? നോക്കാനുണ്ട് പറയാം. പൈലറ്റ് ഓർ ഡാറ്റ കളക്ഷൻ ആണ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. ഫിഫ്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അനലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ്. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റാസ് കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നു, നമ്മൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നു. സിക്സ്ത് സ്റ്റേജ് മേക്ക് റെക്കമെൻഡേഷൻ. നമ്മൾ എന്താണ് ആ ഒരു ചേഞ്ചസിന് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിന് എന്തൊക്കെ റെക്കമെൻഡേഷൻ ആൻഡ് സജഷൻസ് കൊടുക്കാൻ പറ്റും, ആ ഒരു സ്റ്റേജ് ആണ് സിക്സ്ത് സ്റ്റേജ് മേക്ക് റെക്കമെൻഡേഷൻ. സെവൻത് സ്റ്റേജ് ഇംപ്ലിമെന്റ് ചേഞ്ച്. നമ്മൾ ആ റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ ആ മാറ്റം നമ്മൾ ആ ഒരു പ്ലേസിൽ കൊണ്ടുവരണം, ആ ഒരു ചേഞ്ചസ് നടപ്പിലാക്കണം. ഫോർത്ത് സ്റ്റേജ് എന്താണ്, ഫോർത്ത് അല്ല എയ്ത്ത് സ്റ്റേജ് എന്താണ്, റീഓഡിറ്റ് ആണ്. നമ്മൾ ചെയ്ത കാര്യം വീണ്ടും ഒന്നും കൂടി ചെയ്യണം. എന്നാലാണ് ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് സൈക്കിൾ ആൻഡ് സ്റ്റേജസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ട് 8 സ്റ്റേജസിലൂടെയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് പാസ് ചെയ്ത് പോകുന്നത്. നോക്കുകയാണെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കിയേ, ഈ ഒരു പിക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ഹിഡനായിട്ട് പറയുന്നുണ്ട്. പ്ലാനിങ്, ഓഡിറ്റ്, ആക്ഷൻ, അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റേജസിനെ. കാണാൻ പറ്റുന്നുണ്ടോ? പ്ലാനിങ്, ഓഡിറ്റ്, ആക്ഷൻ കാണാൻ പറ്റുന്നുണ്ടോ? 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ സ്ഥലത്തിൽ നമ്മൾ 3ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്ലാനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് പ്ലാനിങ് സ്റ്റേജിൽ വരുന്നത്. നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് തരാം. പ്ലാനിങ് സ്റ്റേജിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? പ്ലാനിങ് സ്റ്റേജിൽ വരുന്നതാണ് സെലക്ട് ടോപ്പിക്, എഗ്രി ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്, ഡിഫൈൻ മെത്തഡോളജി. ഈ 3 സ്റ്റേജും ആണ് പ്ലാനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെലക്ട് ടോപ്പിക്, നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യാം. എഗ്രി ദ സ്റ്റാൻഡേർഡ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്, നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസ് എങ്ങനെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും കണ്ടെത്തുക. ഡിഫൈൻ മെത്തഡോളജി, ഓഡിറ്റ് ചെയ്യണം, ഡാറ്റാസ് അനലൈസ് ചെയ്യണം, അതിന് വേണ്ട മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് പ്ലാനിങ് സ്റ്റേജിൽ വരുന്നത്. പ്ലാനിങ് സ്റ്റേജിൽ ഏതൊക്കെയാണ് വരുന്നത് മനസ്സിലായോ? മെയിൻ ആയിട്ട് 3 ഫാക്ടേഴ്സ് ആണ്. ടോപ്പിക് സെലക്ട് ചെയ്യുക, നമ്മുടെ ബെസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, മെത്തഡോളജി പറയാം. ഇനി നമ്മൾ ഓഡിറ്റിലേക്ക് കടക്കാം. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഡാറ്റ കളക്ഷൻ ആണ്. ഹൈലൈറ്റ് ഓർ ഡാറ്റ കളക്ഷൻ ആണ് ഓഡിറ്റിൽ വരുന്ന ഫസ്റ്റ് ഫാക്ടർ. ദെൻ അനലൈസ് ആൻഡ് റിപ്പോർട്ട്, നമ്മൾ ആ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുക, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഹൈലൈറ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ, അനലൈസ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ് ഓഡിറ്റ് സെഷനിൽ വരുന്നത്. മെയിൻ ആയിട്ട് 2 ഫാക്ടേഴ്സ് ആണ് ഓഡിറ്റിൽ വരുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓഡിറ്റ് ഏതൊക്കെ ഫാക്ടേഴ്സ് വരുന്നത് മനസ്സിലായോ? ഇനി ഓഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്ഷൻ ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള
ആക്ഷൻ എടുക്കണം. ആ ആക്ഷൻ എന്താണ്? മേക്ക് റെക്കമെൻഡേഷൻ. നമുക്ക് ഈ ഒരു ചേഞ്ചസിനോ അല്ലെങ്കിൽ ഡിഫറൻസിനോ കറക്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷനും കാര്യങ്ങളും കൊടുക്കുക. ഇംപ്ലിമെന്റ് ചേഞ്ചസ്, ഇനി മാറ്റങ്ങൾ വരുത്തുക, ലാസ്റ്റ് റീഓഡിറ്റ് ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്ലാനിങ്, ഓഡിറ്റ്, ആക്ഷൻ, അങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പ്ലാനിങ് സ്റ്റേജിന്റെ കീഴിൽ വരുന്നതാണ് സെലക്ട് ടോപ്പിക്, agree the standard of best performance and best practice, define methodology. Then audit വരുന്നതാണ് pilot and data collection, analysis and reporting. Audit വരുന്നതാണ്. Then action ആണ് make recommendation, implement change, re-audit. അങ്ങനെ നമ്മൾ ഈ ഒരു ഓഡിറ്റ് സൈക്കിളിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. പ്ലാനിങ്, ഓഡിറ്റ്, ആക്ഷൻ. ഓക്കെ, ഇത് റീഡ് ചെയ്ത് നോക്കാവോ? മെത്തേഡ്സും ആ ഒരു സ്റ്റേജസും പിന്നെ ആ ഒരു സർക്കിൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. നോട്ടൊക്കെ ചെയ്തോ? റീഡൊക്കെ ചെയ്ത് നോക്കിയോ സ്റ്റേജസ്? നമുക്ക് സ്റ്റേജസ് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.